ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കമ്പ്യൂട്ടറാണ്. അതായത് ഇന്നത്തെ കാലത്ത് ഏത് സെക്ടർ എടുത്ത് നോക്കിയാലും ഏത് ഫീൽഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കമ്പ്യൂട്ടർ ഇല്ലാതെ ഒന്നും നടക്കില്ല. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഈ ITCയിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കാണുന്നതാണ് റിസപ്ഷനിൽ കുറച്ച് ആളുകൾ കമ്പ്യൂട്ടറായിട്ട് ഇരിക്കുന്നതാണ് കണ്ടത്. ഓക്കെ, അതിനർത്ഥം എന്താണ്? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് കമ്പ്യൂട്ടർ ഡിവൈസ് ആയാലും ശരി, അത്രയും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടൈപ്പായിട്ട് കമ്പ്യൂട്ടർ എന്ന് മാറിക്കഴിഞ്ഞു. അത് ഏത് ഫീൽഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് സെക്ടർ നോക്കിയെടുത്ത് കഴിഞ്ഞാലും, ഇപ്പോൾ ഇൻഡസ്ട്രി ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, ഹെൽത്ത് ആവട്ടെ, സയൻസ് ആൻഡ് റിസർച്ച് ആവട്ടെ, ഏത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിലും ജസ്റ്റ് എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിരുന്നു, എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷനായിട്ട് ഇവിടെയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു കമ്പ്യൂട്ടർ എന്നാൽ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. നമുക്ക് ഇൻപുട്ടായിട്ട് കുറച്ച് ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ കഴിയും. കമ്പ്യൂട്ടർ അതിൻ്റെ CPU എന്ത് ചെയ്യും? ആ ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് സം സ്പെസിഫിക് ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യും. നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ അതിനകത്തുണ്ടായിരിക്കും. അതിൻ്റെ ബേസിലാണ് ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യുക. അതിൻ്റെ പേരാണ് പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യാൻ കഴിയും. എക്സിക്യൂഷൻസൊക്കെ പെർഫോം ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അതാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. കമ്പ്യൂട്ടർ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസിനകത്ത് നമുക്ക് കമ്പ്യൂട്ടേഴ്സ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് സിമ്പിൾ കാൽക്കുലേഷൻസ് മുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓപ്പറേഷൻസ് വരെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫീൽഡിൽ കമ്പ്യൂട്ടർ ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ സെക്ടറിലാണ് ആവശ്യം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ ഫീൽഡിലും നമ്മൾ പറഞ്ഞ പോലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മാറ്ററായിട്ട് കമ്പ്യൂട്ടർ മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ അക്യുറസി, സ്പീഡ്, അതേപോലെ തന്നെ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു എബിലിറ്റി കമ്പ്യൂട്ടറിനുണ്ട്. അങ്ങനെയുള്ള, അതായത് ഏത് പ്രോസസ്സും നമുക്ക് ഏറ്റവും സ്പീഡിൽ ചെയ്യാൻ കഴിയും. അത് അക്യുറേറ്റ് ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും, എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് കമ്പ്യൂട്ടറിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയത് ഏത് സെക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. നമുക്കറിയാം, നമുക്കൊരു കാര്യം മൈൻഡിൽ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് AI ചോദിച്ച് നോക്കാം, അല്ലേ? അത് കമ്പ്യൂട്ടറിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട്, ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസിലൊക്കെ എഡ്യൂക്കേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം വരുമ്പോഴും ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിനെയോ മൊബൈലിനെയോ ആണ്. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഫങ്ഷനലി അതെന്താണ്? ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാനും കഴിയും. അപ്പോൾ എഡ്യൂക്കേഷനിൽ എന്തിനൊക്കെ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞ പോലെ ഓൺലൈൻ ലേണിങ്ങിൽ പോസിബിളാണ്. പിന്നെ ഡിജിറ്റൽ ക്ലാസ് റൂംസ്, നമ്മൾ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ നടക്കാറില്ലേ, അതിനും നമുക്ക് കമ്പ്യൂട്ടർ വേണം. പിന്നെ റിസർച്ചിനൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ആവശ്യമാണ്. പിന്നെ ബുക്സ്, എഡ്യൂക്കേഷണൽ വീഡിയോസ്, പിന്നെ സിമുലേഷൻസ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് ചെയ്യാനും പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ ഓരോ ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും നമുക്കതിൽ പ്രഡിക്ഷനൊക്കെ കൊണ്ടുവരാൻ, അനലൈസ് ചെയ്യാൻ, അതിനൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ വീഡിയോസ് അത്രയും അധികം ആളുകൾ യൂട്യൂബിലൊക്കെ യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതും കൂടി ഒരു കാര്യമാണ്. പിന്നെ ഏത് ഇൻഫോർമേഷനും നമുക്ക് ഏറ്റവും ക്വിക്കായിട്ട് തന്നെ ഇൻ്റർനെറ്റിലൂടെ ആക്സസ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം ഹെൽത്ത് കെയറിലാണ്. ഹെൽത്ത് കെയറിൽ നമുക്കറിയാം, മെഡിക്കൽ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ വേണം. പേഷ്യൻസിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ വേണം. പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ വരെ നമുക്ക് എന്ത് വേണം? സിസ്റ്റം വേണം. വിത്ത് അതിൻ്റെ കുറച്ച് ഡിവൈസുകളും കൂടെ ആഡഡ് ആയിരിക്കും. എല്ലാം അവരിപ്പോൾ ഒരു പ്രഗ്നൻസിൻ്റെ സ്കാനിങ്ങിന് പോവുകയാണെങ്കിൽ പോലും അപ്പുറത്ത് കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് ഡോക്ടർ അതൊക്കെ കാണുന്നത്. ആ മോണിറ്ററിലൂടെയാണ് അവരത് മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, അത്രയുമാണ് കമ്പ്യൂട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജിങ് ടെക്നോളജീസ് ആയിട്ടുള്ള MRI സ്കാൻ, CT സ്കാൻ, അതിനൊക്കെ കമ്പ്യൂട്ടർ വേണം. പിന്നെ ടെലിമെഡിസിൻ ഫോർ റിമോട്ട് ഹെൽത്ത് കെയർ സർവീസ്. ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് എന്ത് ചെയ്യുക? കൺസൾട്ട് ചെയ്യുക ഡോക്ടേഴ്സിനെ. എന്നിട്ട് അവർ വേണ്ട മെഡിസിനൊക്കെ അടുത്തുള്ള, അപ്പോൾ ക്വിക്ക് മെഡിസിൻ കോർണർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ പോലെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ അത് അവൈലബിൾ ആണെങ്കിൽ അത് ആക്സസ് ചെയ്യുന്നതിനാണ് ടെലിമെഡിസിൻ എന്ന് പറയുക. പിന്നെ ബിസിനസ്സും ബാങ്കിങ്ങും. ബിസിനസ്സിൽ നമുക്കറിയാം, അതുപോലെ തന്നെ ബാങ്കിലൊക്കെ ചെന്ന് കയറി എല്ലാവരും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്, അല്ലേ? നമുക്ക് പോയാൽ മനസ്സിലാവും. അത്രയും അവർക്ക് കമ്പ്യൂട്ടർ അത്യാവശ്യമാണ്. ഓൺലൈൻ ബാങ്കിങ്ങിന് അത്യാവശ്യമാണ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ അത്യാവശ്യമാണ്. അതേപോലെ ഈ വരുന്ന ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഡാറ്റ മാനേജ്മെൻറ്റിന് എന്ത് വേണം? കമ്പ്യൂട്ടർ വേണം. ഡാറ്റയൊക്കെ അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം, ഫുൾ ഡീറ്റെയിൽസ് വെക്കണം. അക്കൗണ്ടിങ് ചെയ്യാൻ, ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യാൻ, എല്ലാത്തിനും വേണ്ടത് ഈ കമ്പ്യൂട്ടർ തന്നെയാണ്. പിന്നെ ഇമെയിൽസ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വീഡിയോ കോൺഫറൻസിനും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും ഒക്കെ എന്ത് വേണം? നമ്മുടെ ബിസിനസ്സിൻ്റെ കേസ് വരുമ്പോൾ കമ്പ്യൂട്ടർ വേണം.
പിന്നെ സയൻസ് ആൻഡ് റിസർച്ചാണ്. സയൻസ് ആൻഡ് റിസർച്ചിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. സ്പേസ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അവിടെ കമ്പ്യൂട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണ്. വെതർ ഫോർകാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത് കമ്പ്യൂട്ടറിലൂടെയാണ്. അതേപോലെ തന്നെ സയൻറ്റിഫിക് സിമുലേഷൻസ്, അതായത് എന്തെങ്കിലും അനലൈസ് ചെയ്ത് പ്രഡിക്ഷൻസ്, ഇപ്പോൾ ഇന്ന സമയത്ത് മഴ പെയ്യും, ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കുന്നൊക്കെയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള സിമുലേഷൻസ്, അതായത് എന്തെല്ലാം അനലൈസ് ചെയ്യാൻ. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഭൂചലനം കൂടുതലാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നത് അത്തരം അനാലിസിസിലൂടെയാണ്. പിന്നെ ഡാറ്റ അനാലിസിസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിനൊക്കെ കമ്പ്യൂട്ടർ വേണം. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാവർക്കും അത്രയും പോപ്പുലറായിട്ടുള്ള, നമുക്കതില്ലാതെ കഴിയാത്തൊരവസ്ഥയ്ക്ക് വരെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. പിന്നെ ബയോടെക്നോളജി, ഡ്രഗ് ഡിസ്കവറി, അതായത് മരുന്നുകളെ കുറിച്ചൊക്കെയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനൊക്കെ എന്ത് വേണം? കമ്പ്യൂട്ടർ വേണം. അപ്പോൾ നമുക്ക് ഡാറ്റ കുറേ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വേണ്ടേ? ഇപ്പോൾ ഈ ഡ്രഗ് ഡിസ്കവറി കാരണം ഓരോ ഡ്രഗും കീപ്പ് ചെയ്യാൻ അവർക്ക് കമ്പ്യൂട്ടർ വേണം. പിന്നെ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പുള്ള കമ്മ്യൂണിക്കേഷനും ഇന്ന് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെയാണ് നടക്കുന്നത്. സോഷ്യൽ മീഡിയ ആവട്ടെ, ഇമെയിൽ ആവട്ടെ, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആവട്ടെ, വീഡിയോ കോൺഫറൻസിങ്, വിർച്വൽ മീറ്റിംഗ് അല്ല ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോളേജ് ഡെയിലി പോകുന്നുണ്ടെങ്കിൽ മീറ്റിങ്ങൊക്കെ ചിലപ്പോൾ രാത്രി വീട്ടിലിരിക്കുമ്പോൾ വിർച്വലായിട്ട് കമ്പ്യൂട്ടറിൽ നടത്തായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൽ നടത്തായിരിക്കും ചെയ്യുക. അതിനൊക്കെ എന്ത് വേണം? കമ്പ്യൂട്ടർ വേണം. പിന്നെ ഓൺലൈൻ ന്യൂസ്, മീഡിയ സ്ട്രീമിംഗ് എല്ലാം ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ ടി വിയിലൂടെ കണ്ടിരുന്ന കാര്യങ്ങൾ പോലും നമ്മളിപ്പോൾ ഫോണിലൂടെയും കമ്പ്യൂട്ടറിലൂടെയൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, മാനേജ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷനാണ്. ഗവൺമെൻറ്റിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം ഈ ഗവേണൻസിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക ഡിജിറ്റലി. അതേപോലെ തന്നെ പബ്ലിക് സർവീസസിൻ്റെത്, അതേപോലെ ഓരോ സിറ്റിസൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കീപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെ കമ്പ്യൂട്ടറിലാണ്. അല്ലാതെ പണ്ടത്തെ കാലത്ത് പോലെ ബുക്കിലല്ലല്ലോ, എല്ലാം കമ്പ്യൂട്ടറിൽ കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ ഗവേണൻസ് ഓൺലൈൻ സർവീസ്, അതായത് പാസ്പോർട്ട്, ടാക്സ്, വോട്ടിംഗ് എല്ലാം മാനേജ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ത്രൂ ആണ്. പിന്നെ ലോ എൻഫോഴ്സ്മെൻറ്റ്, സർവീലൻസ് ആൻഡ് സൈബർ സെക്യൂരിറ്റി. ലോ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലൊരു സമാധാനാന്തരീക്ഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഇങ്ങനെ നമ്മളുടെ എൻവിറോൺമെൻറ്റ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. ആ സമാധാനം നിലനിർത്തി കൊണ്ടുപോകണം. അതല്ല എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇപ്പോൾ സൈഡായിട്ട് പലയിടത്തും പല അക്രമങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ, ഒന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീലൻസ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ സെക്യൂരിറ്റിനെ മോണിറ്റർ ചെയ്യുന്ന പരിപാടിയാണ് ഈ സർവീലൻസ് എന്ന് പറഞ്ഞാൽ. അതിനും കമ്പ്യൂട്ടർ വേണം. പിന്നെ സൈബർ സെക്യൂരിറ്റിയിൽ കമ്പ്യൂട്ടർ കൊണ്ടാണ് ഫുള്ള് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആർക്കും ആരോടും എന്ത് വ്യക്തിഹത്യയും ചെയ്യാൻ പറ്റുന്നൊരു കാലമാണ്. പലരും സൂയിസൈഡ് ചെയ്യുന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇത്തരം സൈബർ സെക്യൂരിറ്റി ഏറ്റവും ബെസ്റ്റാക്കി കൊണ്ടുവന്നാൽ ഒരു പരിധി വരെ അതൊക്കെ കുറക്കാൻ കഴിയും. പിന്നെ വരുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്. എൻ്റർടൈൻമെൻറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? ഗെയിം വരുന്നുണ്ട്, മൂവീസ് വരുന്നുണ്ട്, പിന്നെ മ്യൂസിക് വരുന്നുണ്ട്, പിന്നെന്താണ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിങ്, വിർച്വൽ റിയാലിറ്റി ആൻഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആപ്ലിക്കേഷൻ. അതായത് വിർച്വലായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വീഡിയോസ് ആക്കിയിട്ട് കാണിക്കുക. അതേപോലെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇമേജസിനെയൊക്കെ നമുക്ക് റിയൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന ടൈപ്പിലൊക്കെ ഉള്ള കാണാറില്ലേ, കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ, അങ്ങനെ ചെയ്യുന്നതിനെയാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിലും കമ്പ്യൂട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാനുഫാക്ചറിങ് ആൻഡ് എൻജിനീയറിങ്, അവിടെയും നമുക്ക് ഇൻഡസ്ട്രിയിലൊക്കെ റോബോട്ടിക്സ് കൊണ്ടുവരുന്നുണ്ട്, ഓട്ടോമേഷനാണ് എല്ലാം ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടറിലൂടെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സിങ് നടക്കുള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഉണ്ട്, CAD. അത് നമ്മൾ എൻജിനീയറിങ്ങിലും ആർക്കിടെക്ചറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിസൈനാണ്. അതായത് കമ്പ്യൂട്ടറിൽ കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അല്ലല്ലേ, നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും 2D പ്ലാനിങ്, 3D പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കമ്പ്യൂട്ടറിലൂടെയാണ് ചെയ്യുന്നത്. പിന്നെ 3D പ്രിൻറ്റിംഗ് ഉണ്ട്, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് പ്രോസസ്സിംഗ് ഉണ്ട്, അതൊക്കെ കമ്പ്യൂട്ടറിലൂടെയാണ് ചെയ്യുന്നത്. പിന്നെ സെക്യൂരിറ്റി ആൻഡ് ഡിഫെൻസ് ആണ്. അതായത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർവീലൻസ് സിസ്റ്റം ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്. ഇപ്പോൾ സർവീലൻസ് ആണ് എന്തായിരുന്നു, നമ്മുടെ സെക്യൂരിറ്റി എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഗവൺമെൻറ് മോണിറ്റർ ചെയ്ത് കൊണ്ടുവരും. അതിനും എന്ത് വേണം? കമ്പ്യൂട്ടർ വേണം. സൈബർ സെക്യൂരിറ്റി മാനേജ് ചെയ്യാനും കമ്പ്യൂട്ടർ വേണം. പിന്നെ മിലിറ്ററി സിമുലേഷൻ, സ്ട്രാറ്റജിക് പ്ലാനിങ്, അതായത് നമ്മുടെ മിലിറ്ററി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അവർക്ക് അനലൈസ് ചെയ്യാനും കാര്യം, ഇപ്പോൾ അപ്പുറത്ത് ശത്രുക്കൾ വരുന്നുണ്ടോ എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ അനലൈസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലൂടെയാണ്. പിന്നെ അവർക്ക് പ്ലാനിങ്, സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനൊക്കെ കമ്പ്യൂട്ടർ വേണം. പിന്നെ AI ഡ്രിവൺ ആയിട്ടുള്ള ത്രെറ്റ് ഡിറ്റക്ഷനും റെസ്പോൺസിനൊക്കെ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ വേണം. പിന്നെ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷനും നാവിഗേഷനും, അതായത് നമ്മൾ എവിടേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ഓണാക്കുന്നത് എന്താണ്? GPS ആണ് അല്ലേ. GPS യൂസ് ചെയ്ത് നമുക്ക് ട്രാഫിക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, എവിടെയൊക്കെ ട്രാഫിക് ഉണ്ടെന്ന് അറിയാൻ കഴിയും. പിന്നെ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് റൂട്ട് ക്ലിയർ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് അതുകൊണ്ടുണ്ട്. അതും കമ്പ്യൂട്ടറിലൂടെയും മൊബൈൽ ഫോണിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതും അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്.
പിന്നെ എയർലൈൻ, റെയിൽവേ ടിക്കറ്റിംഗ് സിസ്റ്റം പോസിബിളാണ്. അത് ടിക്കറ്റൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറിലൂടെ എടുക്കാം. അതേപോലെ തന്നെ നമ്മൾ എയറോപ്ലെയിൻ എവിടെ എത്തിയെന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ട്രാക്ക് ചെയ്യാൻ കഴിയും നമ്മളുടെ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട്. പിന്നെന്താണ്, സെൽഫ് ഡ്രൈവിംഗ് കാറ്, ഇൻ്റലിജൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ അഡ്വാൻറ്റേജസാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.